സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഒരാളെ വിജയായി സെലക്ട് ചെയ്ത് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ 1 മാസത്തെ മെമ്പർഷിപ്പ് നൽകുന്നുണ്ട്. അതേപോലെ ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട്. 1 മാസം എൻട്രി എടുക്കുന്നവർക്ക് ഓൾമോസ്റ്റ് 24 ദിവസം അഡീഷണൽ കിട്ടുന്ന ഓഫേഴ്സാണ് പോകുന്നത്. സോ ഉപയോഗപ്പെടുത്തുക. ട്രേഡിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്നലെ നിർഭാഗ്യവശാൽ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. കാരണം വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഫൈനൽ ഒരു റിവ്യൂ ചെയ്യുന്ന സമയത്താണ് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലൊക്കെ എറർ വന്ന് അത് ഉപയോഗശൂന്യമായത് മനസ്സിലായത്. പിന്നീട് അത്രയും ലേറ്റ് ആയപ്പോൾ എനിക്കത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കൂടി ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത്. ഒത്തിരി പേര് അതിനായിട്ട് കാത്തിരിക്കുന്നവരുണ്ടെന്നറിയാം. ദയവായിട്ട് ക്ഷമിക്കുക. ഇനി ഈ വരുന്ന 27-ാം തീയതി, അതായത് ജനുവരി 27-ന് കൊച്ചിയിൽ വെച്ചിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ട്രേഡേഴ്സ് അരീനയുടെ സബ്സ്ക്രൈബേഴ്സും ഫ്രണ്ട്സും എന്താ പറയുക കൂട്ടുകാരും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ഗെറ്റ് ടുഗദർ പോലെ ഒരു പരിപാടി. ശരിക്കും അതൊരു ക്ലാസ് ആണ് കേട്ടോ. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതൊരു ഗെറ്റ് ടുഗദർ മാത്രമായിരുന്നു. പിന്നീട് അതിലേക്ക് കുറച്ച് എഡ്യൂക്കേഷണൽ കണ്ടന്റ് കൂടി വേണം എന്ന ഒരു ആവശ്യപ്രകാരം അതിനതൊരു ക്ലാസ് ആയിട്ട് തന്നെ ഓപ്ഷൻ ഇൻട്രാഡേയിൽ എന്തൊക്കെ വരും, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഉണ്ടാവും. അപ്പം പരമാവധി എല്ലാവരും ജോയിൻ ചെയ്യാം. വളരെ മിതമായ, വളരെ ലോ ബജറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റിലാണ് കാര്യങ്ങൾ പോകുന്നത്. സോ പരമാവധി ഉപയോഗപ്പെടുത്തുക. ബാക്കി ഡീറ്റെയിൽസ് അതിൻ്റെ രജിസ്ട്രേഷൻ ഫോമൊക്കെ ഇതിൻ്റെ കൂടെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. സോ നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കിടക്കാം. US മാർക്കറ്റ് കറൻ്റ്ലി ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആവുന്നതേ ഉള്ളൂ. കുറച്ച് ടൈം എടുക്കും. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിലാണ്. പക്ഷേ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൻ്റെ ബുള്ളിഷാണ്. യൂറോപ്യൻ മാർക്കറ്റ് കറൻ്റ്ലി നല്ല ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് ഒരു ബുള്ളിഷ് ഉണ്ടായിരുന്നത് ഒരു പരിധിവരെ അത് ന്യൂട്രലായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇൻട്രാഡേയിൽ നല്ല ബുള്ളിഷായിട്ടാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി 21,760 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 19 പോയിന്റ് റെഡിലാണുള്ളത്. ഒട്ടുമിക്ക ഇൻഡെക്സുകളും റെഡിലാണ് ഏഷ്യൻ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 88 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 121 പോയിന്റ്, 0.56% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 21,605 നിന്ന് 53 പോയിന്റ് ലാഭത്തിൽ 21,658 മാർക്കറ്റ് അവസാനിച്ചു. BSE സെൻസെക്സ് നോക്കുകയാണെങ്കിൽ 322 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 408 പോയിന്റ്, 0.57% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടി. ഇന്ന് ഓപ്പണായി 71,678 നിന്ന് 169 പോയിന്റ് ലാഭത്തോടു കൂടി 71,847 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 5.46% കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലോസിംഗ് 13.33. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് 100 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 543 പോയിന്റിന്റെ അഥവാ 1.14% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്കിന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 47,805 നിന്നും 390 പോയിന്റ് ലാഭത്തോടു കൂടി 48,195 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 90 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 222 പോയിന്റ്, അഥവാ 1.04% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 21,346 നിന്നും 170 പോയിന്റ് ലാഭത്തോടു കൂടി 21,516 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $73.35 ആണ്. ദെൻ ഗോൾഡിന്റെ റേറ്റ് ചെറിയതായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. $2,044.35 ആണ് ഇന്ന് ഗോൾഡ് റേറ്റ്. ദെൻ USD INR റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ് നോക്കുകയാണെങ്കിൽ 83 രൂപ 22 പൈസയാണ് ഇന്നത്തെ ഒരു US ഡോളറിന്റെ വിനിമയ നിരക്ക്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 14,864 കോടിയുടെ ബൈങ്ങും 13,351 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 1,513 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 12,011 കോടിയുടെ ബൈങ്ങും 13,399 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 1,387 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 126 കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ 3 ദിവസത്തിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സൈഡിൽ നിന്നും നെറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് മാത്രമാണ് ഒരു
എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിലേക്ക് വന്നതായിട്ട് കാണുന്നത്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മാസത്തിലെ ഡാറ്റ നോക്കുകയാണെങ്കിൽ അതിനകത്ത് എറർ കാണുന്നുണ്ട്. എന്തായാലും അത് കറക്റ്റ് ചെയ്തിട്ട് പുതിയത് ഞാൻ വീണ്ടും നാളെ പബ്ലിഷ് ചെയ്യാം. ഇനി സെക്ടറൽ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 8.07% ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരു സെക്ടറാണ്. നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി IT ഇത് മൂന്നും ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ച്. IT സെക്ടർ നല്ല രീതിയിൽ ഫോളോ വന്നിട്ടുണ്ട്. 2.48% ഫോളാണ് അതിൽ വന്നിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ബാങ്ക് ബീസ് ഇന്ന് 1.09% പ്രോഫിറ്റ് ഉണ്ടാക്കി. ഫാർമ ബീസ് 0.85, നിഫ്റ്റി ബീസ് 0.11%. ഓട്ടോ ബീസ്, ഗോൾഡ് ബീസ്, IT ബീസ് ഇത് മൂന്നും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഇന്ന് 7.81% ഹയസ്റ്റ് പ്രോഫിറ്റ് ഇന്ത്യ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ ഡോക്ടർ റെഡ്ഡി 1.68% ഹയസ്റ്റ് ലോസും ഈ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ചോല ഫിനാൻസ്, ബജാജ് ഫിനാൻസ്, AU ബാങ്ക്, കോൺകർ, ടാറ്റ കൺസ്യൂമർ, NTPC, PFC, ONGC, REC ലിമിറ്റഡ്, ശ്രീറാം ഫിനാൻസ്, മുത്തൂറ്റ് ഫിനാൻസ് ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭം നേടിയപ്പോൾ ഡോക്ടർ റെഡ്ഡി, BPCL, ഹിൻപെട്രോ, HCL ടെക്, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, TVS മോട്ടോഴ്സ്, മാരുതി, ബജാജ് ഓട്ടോ, M&M, അൾട്രാടെക് സിമെന്റ്, വിപ്രോ, ഏഷ്യർ മോട്ടോഴ്സ് ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി. NSEയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1406 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 750 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR വരുന്നത് 0.99 ആണ്. ദെൻ 21,659 സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് 151 പോയിന്റ് മുകളിലായിട്ട് 21,810 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.15 ആയി മാറിയിട്ടുണ്ട്. എന്തായാലും 48,196 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 376 പോയിന്റ് മുകളിലായിട്ട് 48,571 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഇൻട്രസ്റ്റ് ഞാൻ ഇന്ന് എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡാറ്റ റിമൂവ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് ലൈനിലാണ് 21,500 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. ഇവിടെ പുട്ട് റൈറ്റ് ചെയ്തിരിക്കുന്നത് 36 ലക്ഷമാണ്. മൊത്തത്തിൽ 1,66,00,000 കോളും 1,74,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. PCR വരുന്നത് 1 ആണ്. 21,658 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ അതും സപ്പോർട്ട് ലൈനിലാണ്. 48,000 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. ഇവിടെ പുട്ട് റൈറ്റ് ചെയ്തിരിക്കുന്നത് 26 ലക്ഷമാണ്. 98 ലക്ഷം കോളും 1 കോടി പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ള. PCR വരുന്നത് 1 ആണ്. 48,195 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. നാളത്തേക്കുള്ള ഈവൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല. സോ നമുക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ട്രേഡ് നോക്കാം. ഇന്ന് 2,834 രൂപയുടെ ലോസ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. 14 ട്രേഡിൽ നിന്ന് ആണ് ഈ ഒരു ലോസ് വന്നിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് 5.8%, അതായത് 6% ആണ് ഞങ്ങളുടെ കട്ട് ഓഫ് പെർസെൻറ്റേജ്. അതായത് 6% പിന്നെ ട്രേഡ് എടുക്കില്ല. പക്ഷേ ഇന്ന് 5.8 എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. 3 ട്രേഡിലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കാരണം ഇന്ന് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ഞാൻ വായിച്ചപ്പോൾ തന്നെ 0.5% മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ നിഫ്റ്റിയുടെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് 3.1% പ്രോഫിറ്റ് ആണ്. ഫിൻ നിഫ്റ്റിയിൽ 1.5% ലോസ് ആണ്. മിഡ് ക്യാപ്പ് 4.7% പ്രോഫിറ്റ് ആണ്. സെൻസെക്സ് ആണെങ്കിൽ ബ്രേക്ക് ഈവൻ ആയതേ ഉള്ളൂ, മറ്റൊന്നും സംഭവിച്ചില്ല. ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 3.6% ലോസ് ആണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇനി മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ 4.1% ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 9.1% പ്രോഫിറ്റിലുണ്ട്. ഫിൻ നിഫ്റ്റിയും 11% പ്രോഫിറ്റിലാണ്. മിഡ് ക്യാപ്പ് 17% പ്രോഫിറ്റാണ്. സെൻസെക്സ് 4.9% പ്രോഫിറ്റിലാണ്. ഇനി സ്റ്റോക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒത്തിരി പേര് എന്നോട് ചോദിച്ചൊരു കാര്യം കൂടിയാണ് സ്റ്റോക്ക് ഓപ്ഷൻസ് എന്തുകൊണ്ട് ലോസിലേക്ക് പോകുന്നു എന്നുള്ളത്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇപ്പോൾ ഒന്ന് മന്ത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഫ്രഷ് ഓപ്പണായ ഓപ്ഷൻസിൽ ലിക്വിഡിറ്റി തീരെയും കുറവാണ്. അപ്പോൾ 100 രൂപക്ക് വാങ്ങിക്കാൻ പറഞ്ഞാൽ അത് 105-നോ 104-നൊക്കെ ആയിരിക്കും ബൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി കുറവായതുകൊണ്ട് ആ ഒരു ഇഷ്യൂ മൊത്തത്തിൽ വരുന്നുണ്ട്. സെക്കൻഡ് തിങ്, നോർമലി സ്റ്റോക്ക് ഓപ്ഷൻസ് പ്രോഫിറ്റ് ആവുക ഒരു മാസത്തിന് 2ാമത്തെയും 3ാമത്തെയും ആഴ്ചയിലാണ് ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക. ആ സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറ്റ് ദ മണി ഓപ്ഷൻസ് അഫോർഡബിൾ ആയിരിക്കും കോസ്റ്റ് വൈസ് നോക്കും. ഇപ്പോൾ അറ്റ് ദ മണി ഓപ്ഷൻസ് പറഞ്ഞാൽ ഹൈ പ്രീമിയം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും അതിനകത്ത് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു പൊടിക്ക് ഔട്ട് ഓഫ് ദ മണിയാണ് എടുക്കുക. കൂടാതെ മൂവ്മെൻറ്റ്സ് സ്മൂത്ത് മൂവ്മെൻ്റ് അല്ല ഉണ്ടാവുക, അതിനകത്ത് ജമ്പാണ് ഉണ്ടാവുക. അതുകൊണ്ട് പലപ്പോഴും പ്രതീക്ഷിക്കുന്ന പ്രൈസിൽ എൻട്രിയോ എക്സിറ്റോ കൃത്യമായിട്ട് സ്റ്റോക്ക് ഓപ്ഷൻ
ഓപ്ഷൻസിൽ ബിഗിനിങ് ഓഫ് ദ മന്തും അതേപോലെ അതായത് മാസം അവസാനമുള്ള ആഴ്ചയിൽ അതിൽ നമ്മൾ അടുത്ത മാസത്തെ ഓപ്ഷൻ ആയിരിക്കും ട്രേഡ് ചെയ്യുക. കാരണം അവിടെ ഒരു ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് വരുന്നത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഒരു സേഫ് സൈഡായിട്ട് അടുത്ത മാസത്തെ എക്സ്പയറിയാണ് മാസം അവസാനം നമ്മൾ ട്രേഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അവിടെയും ഇതേ രീതിയിലുള്ള ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ടാവാറുണ്ട്. മാസത്തിൽ 2 ആഴ്ച നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സ്റ്റോക്ക് ഓപ്ഷൻസ്. മാർക്കറ്റിൻ്റെ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ബുള്ളിഷ് എൻഗൾഫിംഗ് ആയ രീതിയിൽ ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്, ഒരു ഗ്രീൻ ക്യാൻഡിൽ. പക്ഷേ ഇത് പ്രോപ്പർലി ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നാളെ വരുന്ന ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരികയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം ഓക്കെ മാർക്കറ്റ് ബുള്ളിഷ് ആവുന്നുണ്ട്. പ്രീവിയസ് മന്തിൻ്റെ ഹൈ ആണ് നിങ്ങൾ ഈ കാണുന്ന ഗ്രീൻ ലൈൻ 21,801 പ്രീവിയസ് മന്ത് അവസാനിച്ചിരിക്കുന്നത്. സോ അവിടെ നിന്ന് മുകളിലോട്ട് കട്ട് ചെയ്ത് കയറുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നും പറയാം. ഇവിടെ ഈ മാർക്കറ്റ് ബെയറിഷ് ആവാൻ പ്രത്യേകിച്ച് സാധ്യതകളൊന്നും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ബുള്ളിഷ് ആവാൻ അല്ലെങ്കിൽ സൈഡ് വേസ് പോകാനാണ് സാധ്യത കൂടുതലുള്ളത്. സെൻസെക്സിലാണെങ്കിലും അതേ അവസ്ഥ തന്നെയാണ്. മാർക്കറ്റിൽ ചെറിയൊരു അതായത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു വിറയലുണ്ടായി. മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് താഴോട്ട് വന്നു, തിരിച്ചതേ അവസ്ഥയിലേക്ക് കയറി പോവുകയാണ്. അവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇവിടെ മിഡ് ക്യാപ്പ് സെലക്ട് അതാണ് സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല മൂവ്മെൻ്റ് ആണ്. ഇതിനകത്ത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടെ റെഡ് ക്യാൻഡിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോൾ ഹെവി ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ് വരിക. ഇന്നിപ്പോൾ അതൊരു റേഞ്ച് ബ്രേക്ക് ഔട്ട്, അതായത് കഴിഞ്ഞ മാസത്തെ ഹൈയിൽ നിന്നും സ്ട്രൈറ്റ് ഒരു ജമ്പ് തന്നിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് അതിന് 10,810 എന്ന ഒരു ലെവലിലേക്കാണ് ചാടി പോകുന്നത്. ഈ മാസം എന്തായാലും 11,100 എന്ന 11,179 അല്ലെങ്കിൽ 11,139 എന്ന ഒരു ലെവൽ വരെ അത് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ നല്ലൊരു ഇൻഡെക്സ് ആണ്. അതിപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് അതിങ്ങനെ കയറിപ്പോയി. 26 ഒക്ടോബർ മുതൽ 2023 26 ഒക്ടോബർ മുതൽ ഇന്ന് വരെയും അത് മുകളിലോട്ട് തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാം റെഡ് ക്യാൻഡിൽ ഉണ്ടെങ്കിൽ കൂടി നെക്സ്റ്റ് ഡേയിൽ അത് മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു റിസൾട്ടാണ് ഈ മിഡ് ക്യാപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഫിനാൻഷ്യൽ സെക്ടർ നോക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സെക്ടറാണിത്. ഇന്നിപ്പം ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി ഒക്കെ മൂവ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഹ്യൂജ് ആയിട്ടുള്ള നല്ല സൂപ്പർ മൂവ്മെൻ്റ് ആണ് ഇന്ന് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഒരു ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു മോർണിംഗ് സ്റ്റാർ എന്ന ഒരു പാറ്റേൺ ആണ് ഫോർമേഷൻ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ ഒരു യു പോലെ വരുന്നതിനെയാണ് നമ്മൾ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ആസ് പെർ ദിസ് പാറ്റേൺ നാളെ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിംഗ് ആണെങ്കിൽ ഈ മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷായിട്ട് മുകളിലോട്ട് കയറിപ്പോകും എന്നാണ് ഈ പാറ്റേണിൻ്റെ ഫോർമേഷൻ. ഇത് കറക്റ്റ് ഫോർമേഷനാണ്. ഇതിൻ്റെ എല്ലാ കണ്ടീഷൻസും അത് മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ സെയിം ആണ്, അതിൻ്റെ രണ്ടിൻ്റെയും ലോ സെയിം ആണ്. അതിൻ്റെ ഇടയിൽ അപ്പർ വിക്ക് ഇല്ലാത്ത ഒരു എന്താ പറയുക ഹാമർ പോലെ ഒരു സാധനം ഒരു ഡോജി ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ആദ്യത്തെ ക്യാൻഡിൽ റെഡാണ്, അതായത് ഓപ്പണിങ്ങിനേക്കാളും താഴെയാണ് ആദ്യത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്. ഫൈനൽ മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ഓപ്പണിങ്ങിനേക്കാളും മുകളിലാണ് ക്ലോസിങ്. സോ അതെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും നല്ല രീതിയിൽ മുകളിലോട്ട് കയറിപ്പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഡേ ചാർട്ടിലുള്ള ഒരു പാറ്റേൺ ആണ്. സോ ഒരു സൂപ്പർ ബുള്ളിഷ് ബാങ്ക് നിഫ്റ്റി നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. മിക്കവാറും നാളെ മുതൽ ഈ ഒരു യാത്ര ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം BSE ബാങ്ക് എക്സിൽ നോക്കുകയാണെങ്കിൽ ഈ പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഈ ഡോജി വന്നിരിക്കുന്ന ഗ്രീൻ ആണ്, എന്നാൽ പോലും അതിൻ്റെ രണ്ടിന് ഹൈ ഒരുപോലെ വന്നിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഒരു ബ്രേക്ക് ഔട്ട് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ട്. ഇവിടെ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിലും കണ്ടില്ലേ, ഫിൻ നിഫ്റ്റിയിൽ മോർണിംഗ് സ്റ്റാറിൻ്റെ പാറ്റേൺ ഒന്നുമില്ല. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിത് മുൻപും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരെ വന്നു. ദെൻ അതൊരു ഫ്ലാഗിൻ്റെ ഒരു ഫോർമേഷൻ പോലെയാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊന്ന് കൺസോൾട്ടേഷനിൽ വന്നു ഇങ്ങനെ. ഇനി ഇവിടുന്ന് അത് നേരെ മുകളിലോട്ട് കയറിപ്പോകണം. ഒറ്റയടിക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ മുകളിലോട്ട് പോകണം. അതിന് ഹൈറ്റ് അപ്രോക്സിമേറ്റ്ലി ഈ ഒരു ഹൈറ്റ് ആയിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത്. നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രീവിയസ് മന്തിൻ്റെ ഹൈ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 21,627 പ്രീവിയസ് മന്ത് അവസാനിച്ചിട്ടുള്ളത്. സോ അത് ബ്രേക്ക് ചെയ്യുന്നത് തന്നെയാണ് ബ്രേക്ക് ഔട്ട് പോയിന്റ്. സോ അടിപൊളി ഒരു മൂവ്മെന്റ് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ സെൻസെക്സിന്റെ എക്സ്പയറി ആണ്. അപ്പോൾ എക്സ്പയറിയുടെ ട്രേഡുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് മാർക്കറ്റ് ഡയറക്ഷൻ റാസ് ലെവൽസ് എന്താണ് പറയുന്നത് നോക്കാം. രണ്ടും ഒരു സമ്മിശ്ര, അതായത് പ്രത്യേകിച്ച് ഒരു ഡിറക്ഷൻ കാണിച്ച് തരാത്ത രീതിയിലാണ് റാസ് ലെവൽസ് ഇന്ന് വന്നിരിക്കുന്നത്. സോ നമ്മൾ കെയർഫുള്ളായി ട്രേഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ റാസ് ലെവൽസിൽ
ഇന്നത്തെ റേഞ്ചിനേക്കാളും വലിയ റേഞ്ച് ആയിരിക്കും നാളെ ട്രേഡ് ചെയ്യുക എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. ഒരു പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് സംഭവിക്കാറുള്ളത്. ഒരു വളരെ നാരോ റേഞ്ചിൽ ട്രേഡിംഗ് നടക്കാറുണ്ട്, അല്ലെങ്കിൽ ഹൈ വൊളാറ്റൈൽ ആയിട്ടുള്ള വലിയ സ്വിങ്ങുകൾ ഉണ്ടാകുന്ന രീതിയിൽ ട്രേഡിംഗ് നടക്കാറുണ്ട്. ഈ രണ്ടും നിങ്ങൾ കെയർഫുള്ളായിട്ട് പോവുക. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇവിടെ ഞാൻ സാധ്യത കാണുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒന്ന് അപ്പ് മൂവ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. കാരണം യെസ്റ്റർഡേ ഹൈയുടെ മുകളിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നീട് R3 കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അഡീഷണൽ റാസ് ലെവൽസ് വരച്ചോളുക. ദെൻ ഇവിടെ 72,363 എന്നൊരു ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് കയറി പോവുക. തീർച്ചയായിട്ടും അവിടം വരെ എത്തും എന്നത് കൺഫേം അല്ല എങ്കിൽ കൂടി മാർക്കറ്റിന് പോകാനുള്ള ഒരു റേഞ്ചാണ് ഞാൻ ഈ പറയുന്നത്. 72,363 വരെ മാർക്കറ്റ് പോയേക്കാം. ഇനി അതല്ല R3 എത്തിയിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ തിരിച്ച് നോ ട്രേഡ് സോണിൽ വന്നിട്ട് പിന്നീട് ഒരു റേഞ്ച് ബോണ്ട് ആവാനാണ് സാധ്യത. നാളത്തേക്ക് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബെയറിഷ് മൂവ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാർക്കറ്റ് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ട്രേഡിങ് വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഞാൻ പറഞ്ഞ രീതിയിലുള്ള സെറ്റപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ അത് പ്ലാൻ ചെയ്യുക സമയത്ത്. എന്തായാലും നാളെ ലൈവ് മാർക്കറ്റിൽ കാണാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം. കഴിഞ്ഞ വീഡിയോ, അതായത് ജനുവരി 2-ാം തീയതി വന്ന വീഡിയോ ഇവിടെ കണ്ടിരിക്കുന്നത് 1833 പേരാണ്. ഈ ചാനൽ ഇതുവരെയായിട്ട് 8610 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 72 കമൻറ്റുകളാണ് കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇവിടെ SBM698 ചോദിച്ചിരിക്കുന്നു, ഹാവ് യു ഡൺ എ വീഡിയോ ഓൺ ഹൗ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഹാപ്പൻസ്, ഹൂ ഡു ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ബിറ്റ്വീൻ 9 and 9:07. പ്രീ മാർക്കറ്റ് സെഷൻ എന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുള്ള സമയമാണ്. അവർ ബൾക്കായിട്ടുള്ള, നമുക്ക് നോർമലി എനിക്ക് തോന്നുന്നു 40 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു. 40 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബൈയിങ് ഓർ സെല്ലിങ് നടത്തണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. അതിനാണ് ബൾക്ക് ഡീൽ എന്ന രീതിയിൽ പറയുന്നത്. ഞാൻ പറഞ്ഞ എമൗണ്ട് ചിലപ്പോൾ കറക്റ്റ് ആവില്ല, ഞാൻ ഒരു ഓർമ്മയിൽ പറയുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഒരു സെർട്ടൻ എമൗണ്ടിൽ കൂടുതലുള്ള ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ചിനെ ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്കത് സെല്ലിങ് ബൈയിങ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വലിയ ഹ്യൂജ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താനുള്ള അവസരമാണ് പ്രീ മാർക്കറ്റ് സെഷൻ. അവിടെ വെച്ചാണ് മാർക്കറ്റിൻ്റെ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും തീരുമാനമാകുന്നത്. കാരണം മോർണിംഗ് സെഷനിൽ മാർക്കറ്റ് ഇന്നലെ അവസാനിച്ചത് 100-ലാണെങ്കിൽ ഇന്ന് 100-ൽ തന്നെയാണ് അത് വീണ്ടും സ്റ്റാർട്ടാവുന്നത്. പക്ഷേ നമ്മൾ മാർക്കറ്റിൽ എത്തുന്നതിന് മുൻപേ കുറേ ആൾക്കാർ അവിടെ വന്നിട്ട് ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്തെടുത്തുന്ന ഒരുപാട് സെല്ലിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരുപാട് താഴെ പോയിട്ടായിരിക്കും ഓപ്പൺ ആവുക. നമ്മൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്ന് പറയുന്നു. അതുപോലെ ഒരുപാട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഹ്യൂജ് ആയിട്ടുള്ള കുറേ ഉയരത്തിലായിരിക്കും. അതായത് ഡിമാൻഡ് കൂടുന്തോറും പ്രൈസ് കൂടുന്നത്. ആ തിയറി അനുസരിച്ച് നല്ല രീതിയിൽ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ വന്നുകൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു രീതി. ദെൻ ഇവിടെ അനൂപ് പറഞ്ഞിരിക്കുന്ന എല്ലാവിധ ആശംസകൾ. താങ്ക് യു വെരി മച്ച്. ആൻഡ് ശ്രീ ഗണേഷ്, താങ്ക് യു ബ്രോ. ഇങ്ങനെ ഒരു ഈച്ച് ഡേ മാർക്കറ്റ് ട്രെൻഡ് പ്രിഡിക്ഷൻ, എങ്ങനെയാണ് ഈച്ച് ഡേ മാർക്കറ്റ് ട്രെൻഡ് പ്രിഡിക്ഷൻ നടത്തുന്നത്? ബ്രദർ, അത് വലിയൊരു കോംപ്ലിക്കേഷൻ ഉള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് കുറച്ച് നാൾ ഈ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയെന്ന് മനസ്സിലാക്കാനായിട്ട് അതിനെ ഒന്ന് നിരീക്ഷിക്കുക. അതായത് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പോകും, അതായത് ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കാര്യം എങ്ങനെ സംഭവിക്കും എന്നതിനനുസരിച്ച് റഫറൻസ് പോയിന്റുകൾ, റഫറൻസുകൾ ഉണ്ടാക്കിയിട്ട് അതിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും കിട്ടും. 5-4 9 ആണെങ്കിൽ 6-3 9 തന്നെയാണ് എന്ന് പറയുന്നത് പോലെ പല കണ്ടീഷൻസും മീറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾക്കും മാർക്കറ്റിലാകെ നമുക്ക് ബെയറിഷ് അല്ല ബുള്ളിഷ് എന്ന രീതിയിൽ പോകാനുള്ളൂ. അപ്പം എന്തൊക്കെ സിഗ്നൽസ് ആണോ കിട്ടുന്നത് അത് കളക്ട് ചെയ്തിട്ട് അത് വെച്ചാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രവചനം നടത്തുന്നത്. Then Sakir, happy birthday for your channel. Thank you very much. Thank you sir. Waiting for your next video. Thank you very much Sakir. And Anita Kabir, മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാം, ഒരു കുഴപ്പമില്ല. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും ETF-നെ കുറിച്ചും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഏതാണ് ഗുണം എന്ന രീതിയിൽ തീർച്ചയായിട്ടും അത് ചെയ്യാം. രവിശങ്കർ, താങ്ക് യു വെരി മച്ച്. ആൻഡ് ഫിറോസ്, ആഫ്റ്റർ എ സ്മോൾ ബ്രേക്ക് ബാക്ക് ടു മാർക്കറ്റ് വിത്ത് ഗ്രേറ്റ് പ്രോഫിറ്റ് PE. Okay, thank you. Great news. And Sajid Tamburu, thanks sir for your useful videos. Thank you very much Sajid. Anita Kabir, congratulations. Thank you very much. Aja Ashraf, okay, വീഡിയോ വളരെ യൂസ്ഫുൾ ആണ്. താങ്ക് യു വെരി മച്ച്. വിജയകുമാർ തെറ്റിക്കാട്ടിൽ, യൂസ് സൂപ്പർ, താങ്ക് യു വെരി മച്ച്.
Ajesh Kumar, great and powerful video. Thank you very much, brother. Yusuf Kawil, thank you very much. Benny Matthew, can you explain ETF investment, how to buy, sell and brokerage? Brother, normally ചില ബ്രോക്കേഴ്സ് ETF വാങ്ങുന്നതിന് ചാർജ് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് എന്നോട് ആരോ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് 5 രൂപയൊക്കെ ഒരു നിഫ്റ്റി ബീസ് വാങ്ങുന്നതിന് അവർ 5 രൂപയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട് ഡെലിവറിയിൽ വാങ്ങിക്കുന്നതിന്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ്. എല്ലാ സിപ്പൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ സരോദ പോലെയുള്ള ബ്രോക്കേഴ്സ് എല്ലാം എനിക്ക് സരോദയിൽ അങ്ങനെ ഒരു ചാർജ് വാങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ 5-10 ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ അത് അവിടെ ബ്രോക്കറേജ് ചാർജ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഒത്തിരി ബ്രോക്കേഴ്സ് ഉണ്ട് ഡെലിവറിക്ക് ചാർജ് വാങ്ങാത്തവർ. അത്തരം ബ്രോക്കേഴ്സിൻ്റെ അടുത്തായിരിക്കണം നിങ്ങൾ സിപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊരു ഭയങ്കര നഷ്ടമായി വരും. കാരണം ഒരു ETF വാങ്ങാൻ നിങ്ങൾക്ക് ഇത്രയും കാശ് ചിലവാകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അതിൻ്റെ പ്രോഫിറ്റ് തികച്ചും ബ്രോക്കർ കൊണ്ടുപോകുന്ന ഒരവസ്ഥ വരും. അപ്പോൾ ആ ബ്രോക്കറേജ് ഇല്ലാത്ത, ഡെലിവറിക്ക് ബ്രോക്കറേജ് ഇല്ലാത്ത ബ്രോക്കറിൻ്റെ അടുത്തായിരിക്കണം ETF അല്ലെങ്കിൽ സിപ്പ് ചെയ്യുന്നത്. ദെൻ ക്യാൻ യു എക്സ്പ്ലെയിൻ ETF ഇൻവെസ്റ്റ്മെൻറ്റ്? ETF എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, അതിനകത്ത് സിപ്പ് ചെയ്യുക, SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതായത് ഒരു വൈകുന്നേരം 3 മണിക്ക് എല്ലാ ദിവസവും ട്രേഡിങ്ങുള്ള എല്ലാ ദിവസവും 5 പീസ് വെച്ച് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ 5 നിഫ്റ്റി ബീസ് അല്ലെങ്കിൽ ഗോൾഡ് ബീസ്, ഇത് 2 കോമ്പിനേഷനാണ് വാങ്ങാൻ ഏറ്റവും നല്ലത്. അപ്പോൾ നിഫ്റ്റി ബീസ് 5 ഗോൾഡ് ബീസ് 5 എല്ലാ ദിവസവും അങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുക. അതിനെക്കുറിച്ച് സെല്ല് ചെയ്തതിനെക്കുറിച്ച് ചിന്തിക്കരുത്. കുറച്ച് കഴിയുമ്പം, അതായത് ഒരു 5-6 മാസമൊക്കെ കഴിയുമ്പം പിന്നെ ഈ പ്രൈസ് ഉണ്ടല്ലോ, നിങ്ങളുടെ ആവറേജ് പ്രൈസ് അത് പാറ പോലെ ഉറച്ച് നിൽക്കുക, അത് മാറില്ല. ചിലപ്പോൾ നിങ്ങൾ 100 രൂപ 200 രൂപയ്ക്ക് നിഫ്റ്റി പീസ് വാങ്ങിച്ചത് 6 മാസം കഴിയുമ്പോൾ അത് 300 രൂപയായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ വാങ്ങിക്കുമ്പം 300 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോഴും നിങ്ങളുടെ ആ 200 എന്ന ആവറേജ് പ്രൈസിൽ നിന്ന് അത് മുകളിലോട്ട് കയറിയില്ല, അവിടെ തന്നെ അത് നിൽക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട് സിപ്പ് ചെയ്യുന്നതിന്. അത് ശരിക്കും എൻജോയ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഡെയിലി പ്രോഫിറ്റ് ഉണ്ടാക്കുക ട്രേഡിൽ, ഇൻട്രാഡേ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക. ദെൻ അത് ഉപയോഗിച്ചിട്ട് നിഫ്റ്റി പീസ് എല്ലാ ദിവസവും വാങ്ങിക്കുക, നിഫ്റ്റി പീസ് ഗോൾഡ് പീസ് കോമ്പിനേഷനായിട്ട്. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. സജ്ജാദ് ഷറഫുദ്ദീൻ, സോറി. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു വെരി മച്ച് ബ്രദർ. രാമശേഷൻ, പതിവായി സ്റ്റോക്ക് ഓപ്ഷൻ ലാഭമാണല്ലോ കാണിക്കാറുള്ളത്. ഇപ്പോൾ തുടർച്ചയായി 2 ദിവസം സ്റ്റോക്ക് ഓപ്ഷനിൽ നഷ്ടം കാണിക്കും. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് മുൻപ്. കാരണം മാസത്തിലെ 2ാമത്തെയും 3ാമത്തെ ആഴ്ചയാണ് സ്റ്റോക്ക് ഓപ്ഷൻ നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുക. മറ്റുള്ള സമയത്തൊക്കെ പ്രൈസ് ജമ്പ് വളരെ കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ പ്രതീക്ഷ പോലെ എൻട്രി കിട്ടില്ല. തിങ്കർ ബ്രോ, താങ്ക് യു വെരി മച്ച്. നൗഫു, സാറേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. മാർക്കറ്റിനെ കുറിച്ചല്ല, ട്രേഡേഴ്സ് അരീന എന്ന നെയിം ആരാ കണ്ടുപിടിച്ചത്? എന്തായാലും നെയിം സൂപ്പറാണ്. താങ്ക് യു വെരി മച്ച് ബ്രദർ. ഞങ്ങൾക്ക് ട്രേഡേഴ്സ് അരീന, ട്രേഡേഴ്സ് അവന്യൂ ഇങ്ങനെ 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ട്രേഡേഴ്സ് അവന്യൂ എന്നത് ഞങ്ങൾ അധികം പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല, അതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ഭാഷ ഇല്ല, കോമൺ ആണ്, ആർക്ക് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്, പക്ഷേ അതിനധികം ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ല. ട്രേഡേഴ്സ് അരീനയാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നത്. അത് നല്ല സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ദെൻ റംഷു, ഹാപ്പി ബർത്ത്ഡേ അരീന ട്രേഡേഴ്സ്. താങ്ക് യു വെരി മച്ച് ബ്രദർ. ഫ്രീ ദ ബുൾ, സർ ജിന്ദാൽസോ നല്ല സ്റ്റോക്കാണ്, ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഫണ്ടമെൻ്റൽ കുഴപ്പമില്ല, തോന്നിയത് കൊണ്ടാണ് എടുത്തത്. അതിൽ ക്യാഷ് ഫ്ലോ മാർച്ച് 2023 നെറ്റ് ക്യാഷ് ഫ്ലോ -419 കാണിക്കുന്നുണ്ട്, അത് കുഴപ്പമാണോ? വേറൊന്നും എനിക്ക് നെഗറ്റീവായി തോന്നിയില്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഞാൻ ഈ സ്റ്റോക്ക് കുറേ കേട്ടിട്ടുണ്ട്, ഞാൻ സീരിയസ്ലി അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടില്ല. ജിന്ദാൽസോ ഞാൻ കേട്ടിട്ടുണ്ട് ആ പേര്, എനിക്ക് തോന്നുന്നു നല്ല സ്റ്റോക്ക് തന്നെയാണെന്നുള്ളത്. ഒരുപാട് ഡിസ്കഷൻസിൽ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. ദെൻ പ്രസന്ന ബ്രിങ്കൽ, സർ നിഫ്റ്റി ബീസ് പോലെ ഗോൾഡ് ബീസും ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും അത് 2 കോമ്പിനേഷനായിട്ട് വാങ്ങിക്കുക. ഒരിക്കലും ഒന്ന് മാത്രമായി വാങ്ങിക്കേണ്ട, 2 വാങ്ങിച്ചോളുക. പറ്റുന്ന ദിവസം ഓരോന്ന് വാങ്ങിച്ചാൽ മതി, എന്നാലും നല്ല രീതിയിൽ. റസീന മുജീബ്, താങ്ക് യു വെരി മച്ച്. ട്രാവലർ മലയാളം, താങ്ക് യു. ലിജോ എം ജോസഫ്, സെൻസെക്സിൽ ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണം? സെൻസെക്സിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം BSE ഓപ്ഷൻസ് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ അടുത്ത് ആക്ടിവേറ്റ് ചെയ്യണം. അതിനായിട്ട് അപ്സ്റ്റോക്സിലൊക്കെ ആണെങ്കിൽ അവരുടെ കസ്റ്റമർ സർവീസിൽ വിളിച്ചു പറഞ്ഞാൽ പറ്റും. സരോദയിലാണെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക സെഗ്മെൻറ്റ് ആക്ടിവേഷൻ എന്നുള്ള അതിനകത്ത് പോയിട്ട് BSEയിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 48 hours കൊണ്ട് അവരുടെ അടുത്ത് നിന്ന് കിട്ടും. ഓരോ ബ്രോക്കേഴ്സ് ഓരോ രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. സോ നിങ്ങൾ ബെറ്റർ നിങ്ങളുടെ കസ്റ്റമർ സർവീസുമായിട്ടൊന്ന് സംസാരിക്കുന്നതാണ്. അബ്ദുൾ റക്കീഖ്, താങ്ക് യു വെരി മച്ച്. രമേശൻ വി, ഓക്കെ. സ്റ്റോക്ക് ഓപ്ഷൻസ്, എന്തായാലും സ്റ്റോക്ക് ഓപ്ഷൻസ് ഇപ്പോൾ 3-4 ദിവസമായിട്ട് ലോസ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ യുവർ ചാനൽ, താങ്ക് യു വെരി മച്ച്.
ദെൻ സജിത് തമ്പുരു ഡാറ്റ പാറ്റേൺ, അതെന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എന്തായാലും താങ്ക് യു. ആൻഡ് അർഷദ് CVR ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു വെരി മച്ച്. മൈക്ക് MP ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു വെരി മച്ച്. ഇമാമുദ്ദീൻ വാട്ട് ഈസ് റാസ് ലെവൽ? റാസ് ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡേഴ്സ് അരീനയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പിവേർഡ്സ് ആണ്, പിവേർഡ് പോയിന്റ്സ് ആണത്. മാർക്കറ്റിംഗ് ലെവൽസിനനുസരിച്ച് മാനുവലി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തുന്ന ലെവൽസാണ്. സോഫാർ നല്ല ആക്യുറേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഡെയിലി ഇത് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലും എല്ലായിടത്തും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നതാണ്. സോ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇതിനെ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് ഉണ്ട്, ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം എന്നുള്ളത്. അതിനകത്ത് 11ാമത്തെ ചാപ്റ്റർ നോക്കിയാൽ മതി. ഓക്കെ. ദെൻ PP റഹ്മാൻ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ എല്ലാവരും അറിയുന്ന കാര്യമാണ്. ഇത് കേൾക്കുന്നത് വെറുതെ സമയം പാഴാക്കലാണ്. കുഴപ്പമില്ല ബ്രദർ, നിങ്ങളുടെ സമയം പാഴാകാതിരിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുള്ളാണ്. എന്നെ പേഴ്സണലി ഞാൻ നാളത്തെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡാറ്റ മുഴുവനായിട്ടും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്ന, എന്നെപ്പോലെ ട്രേഡ് നാളത്തെ മാർക്കറ്റിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും, ഞാനും ഈ ഡാറ്റ മുഴുവൻ ഓരോ സ്ഥലത്ത് തപ്പിപ്പിടിച്ചെടുക്കണം, നിങ്ങളും എടുക്കണം, അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്നതിന് പകരം ഒരാൾ മൊത്തത്തിൽ ഡാറ്റ എടുത്തിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകും. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നത്. പിന്നെ അതിനായിട്ട് അവർ ഓരോ സ്ഥലത്തും പോയി തപ്പിപ്പിടിച്ച് അനലൈസ് ചെയ്യാൻ സമയം കളയണ്ട എന്നേ ഉള്ളൂ ഇതുകൊണ്ടുള്ളൊരു ലാഭം. സമയം പാഴാക്കൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു സമയം പാഴായിട്ട് നിങ്ങളുടെ സമയം പാഴായി പോയിട്ടുണ്ടെങ്കിൽ റിയലി സോറി ഫോർ ദാറ്റ്. ഒരിക്കലും സമയം നമ്മൾ പാഴാക്കാൻ നിൽക്കരുത്. സോ അത് എന്താണോ നിങ്ങളുടെ ഒരു രീതി, ഒരുപാട് പേര് നെഗറ്റീവും പോസിറ്റീവായിട്ട് ഇതിന് മറുപടി തന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങളെ കളക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് ഈ ചാനലിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല ബ്രദർ. എന്തായാലും അഭിപ്രായം രേഖപ്പെടുത്തിയതിന് താങ്ക് യു വെരി മച്ച്. ആൻഡ് gmail.com താങ്ക് യു വെരി മച്ച് ബ്രദർ. അപ്പോൾ എല്ലാവരോടും നല്ലൊരു ദിവസമായിരുന്നു. ഒരുപാട് കമൻറ്റുകൾ, ഒരുപാട് അഭിപ്രായങ്ങൾ, നെഗറ്റീവും പോസിറ്റീവായ കാര്യങ്ങൾ, വളരെ നല്ലൊരു കാര്യം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ 27-ാം തീയതി നമ്മുടെ കൊച്ചിയിലെ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട, എല്ലാവരും ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.